ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതായത് ആ കുട്ടിയുടെ പേര് ഗൗരി എന്നായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറുപ്പം തൊട്ടേ ഈ കളികളോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടുകാർ അവളെ പല സ്ഥലത്തു നിന്നും പിടിച്ചു. അതായത് കണ്ടവന്മാരൊക്കെ വീട്ടിൽ കയറ്റുന്നതൊക്കെ പിടിച്ച് നാട്ടുകാരൊക്കെ ഫുൾ പ്രശ്നമാക്കി. അങ്ങനെയായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞത്. അവള് ആ നാട്ടിലേ അല്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പോയത്. കാരണം അവൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതായത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അവളുടെ എല്ലാ കഥയും അറിയുന്നത് കാരണത്താൽ അവൾ അവിടുന്ന് ദൂരെയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവള് ആകെ ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യം, അതായത് കളിക്കണം, കളി കിട്ടണം. അതിന് വേണ്ടിയിട്ടായിരുന്നു അവള് കല്യാണം കഴിഞ്ഞത് തന്നെ. അങ്ങനെ അവളുടെ നാട്ടിൽ നിന്നും ഒരു 2 ദിവസമൊക്കെ എടുക്കുന്ന രീതിയിൽ, അതായത് യാത്ര പോകുമ്പോൾ 2 ദിവസം, അത്രയും ലോങ് ആയിരുന്നു അവൾ കല്യാണം കഴിഞ്ഞത്. കാരണം അവളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അവളെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെക്കനെ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ നാട്ടിലുള്ള ഒരു കിഴങ്ങന്മാരെയും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ഒരുത്തനെ കഷ്ടപ്പെട്ട് വളച്ചെടുത്ത്, അതായത് അവൾക്ക് വേണ്ട രീതിയിലുള്ള ഒക്കെ കിട്ടും എന്ന് തോന്നുന്ന ഒരുത്തനെ അങ്ങനെ അവനെ വളച്ചെടുത്ത് കല്യാണം കഴിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസമൊക്കെ അവളുടെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് അവള് വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. അതായത് അവളുടെ ലൈഫ്, അവളുടെ രാത്രി കാലങ്ങളിൽ അവൾക്ക് സ്വർഗ്ഗമായിരുന്നു. അവള് ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതം, അവൾ എതുപോലുള്ള പയ്യനെയാണോ കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതുപോലുള്ള, അന്ന് രാത്രി തന്നെ അവള് പൊളഞ്ഞില്ല എന്നുള്ളൂ. അത്രക്കും മനോഹരമായിരുന്നു അവളുടെ രാത്രി കാലങ്ങൾ എന്ന് പറയുന്നത്. അവൾക്ക് ഈ കാര്യത്തിൽ വലിയ സന്തോഷമായിരുന്നു. കാരണം അവൾ വിചാരിച്ചതുപോലുള്ള ഒരു ലൈഫ്, അതായത് നല്ല, അവന്റെ പേര് സുധി എന്നായിരുന്നു. അവൾക്ക് ഈ സുധിയേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു, അവളുടെ ജീവനായിരുന്നു. അവള് കല്യാണം കഴിഞ്ഞ് ദിവസം കൂടുന്തോറും അവനോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. ഒരു തുള്ളി പോലും കുറയുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ വിചാരിച്ചത്, അവളുടെ മനസ്സിൽ അവൾ ഒരുത്തനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലുള്ള ഒരു പയ്യൻ. അവളുടെ ലൈഫ് എന്ന് പറയുന്നത് കളി, അതായത് അവന്റെ സ്വർഗ്ഗമായിരുന്നു. പിന്നീട് പതിയെ ഇതൊക്കെ കുറയാൻ തുടങ്ങി. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, പക്ഷെ പിന്നീട് തുടങ്ങാൻ പണിയായി. അതായത് അദ്ദേഹത്തിന് ഇവളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയുന്നത് പോലെ, അദ്ദേഹത്തിന് കളിയോട് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടില്ല, ഇവളോടാണ് ഇൻട്രസ്റ്റ് കുറഞ്ഞത് എന്നുള്ളത് അവൾക്ക് തോന്നി. അങ്ങനെ അവൾക്ക് ഇത് നല്ല വിഷമം ഉണ്ടാക്കി. പിന്നീട് അവൾക്കറിയാം, ഇദ്ദേഹം അപ്പുറത്തെ വീട്ടിലത്തെ ജാനുവിന്റെ കൂടെ നല്ല രീതിയിൽ പോകാറുണ്ട്. അതായത് സന്ധ്യാസമയങ്ങളിൽ ഓടിട്ട വീടുകളിൽ അദ്ദേഹം പോവാറുണ്ട് എന്നുള്ളതൊക്കെ ഇവൾക്ക് നല്ല പോലെ അറിയാം. പക്ഷെ ഇതൊന്നും ഇവള് അദ്ദേഹത്തിനോട് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം ഇവള് വലിയ പുണ്യാളത്തി അല്ലല്ലോ, ഇവള് പണ്ട് അതേപോലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവനോട് അങ്ങനെയുള്ള ഒരു കാര്യവും ചോദിക്കാൻ നിന്നിട്ടില്ല. അതായത് ഇവൻ എന്തിനാണ് ജാനുവിന്റെ ഒക്കെ പോകുന്നത്, ജാനുവിന്റെ ഒക്കെ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസ് വരെ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോ അവൾക്ക് ഇദ്ദേഹം വേറൊരു പെണ്ണിന്റെ ഒക്കെ പോകുന്നതിലൊന്നും ഒരു പ്രശ്നമല്ല. ഇവൾക്ക് വേണ്ടത് കിട്ടണം, അത്രേ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യമായിരുന്നു ഇവള് എന്ന് പറയുന്നത്. കാരണം ഇവള് 35,000 ശമ്പളമുണ്ട്, ഇവൾക്ക് നല്ല ജോലിയും ഒക്കെ തന്നെ ഉണ്ട്. അവൾക്ക് വേണ്ട വീടും, അവളുടെ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ അച്ഛൻ അവൾക്ക് ഒരു വലിയ ഒരു സ്ഥലം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് അത് വിറ്റു. അങ്ങനെ അവരിപ്പോ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇവളായിരുന്നു അവിടുത്തെ കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും ഒക്കെ തന്നെ അടക്കാറ്. ആ വീട്ടിൽ വേണ്ട സാധനം മാത്രം അവൻ കൊണ്ടുവരും, ബാക്കിയൊക്കെ ചെലവ് അവളുടെ വകയായിരുന്നു. അങ്ങനെ അവൾ വിചാരിച്ചു, എന്തായാലും ഇവന്റെ ഒപ്പരം പറ്റത്തില്ല, ഇനി ആ നാട്ടിൽ നിന്നും വേറൊരുത്തനെ വളച്ച് ആരും അറിയാതെ അവനുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നായിരുന്നു അവളുടെ പ്ലാന്. അങ്ങനെ അവള് അവിടെ ഉണ്ടായിരുന്ന ആ സ്വത്ത് ഒരു ഉസ്താദിന് വിറ്റുകൊടുത്തു. അങ്ങനെ ആ ഒരു ഉസ്താദിന്റെ പേര് എന്ന് പറയുന്നത് സൽമാൻ എന്നായിരുന്നു. അങ്ങനെ സൽമാൻ എന്ന് പറഞ്ഞ ആ ഉസ്താദിന് അത് വിറ്റുകൊടുത്തു. പിന്നെ ഉസ്താദ്
ആ ഉസ്താദ് ഒന്നൊന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയാണ് വീട് വെക്കേണ്ടത്, എവിടെ വീട് വെച്ചാലാണ് നല്ലത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട് ഇങ്ങനെ വെച്ചെങ്കിൽ നിന്റെ ആ പ്രശ്നം തീരും, വീട് മറ്റച്ചാൽ വെച്ചാൽ നിനക്ക് പ്രശ്നങ്ങൾ കൂടും എന്നൊക്കെ ഈ ഉസ്താദ് അവളോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഇവൾക്ക് ആദ്യം തന്നെ അതൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഉസ്താദ് പറഞ്ഞതുപോലെ അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റം, അതായത് ഭർത്താവിന്റെ മാറ്റമല്ല, അവൾക്ക് ഭർത്താവിന്റെ കളിയല്ല, അവളുടെ ഭർത്താവ് പിന്നെ കറണ്ട് ബില്ലടക്കാൻ തുടങ്ങി, ജാനുവിന്റെ ഒക്കെ പോകുന്നത് നിന്നിട്ടുണ്ട്, അവളോട് വലിയ ഇഷ്ടം, കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹം അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. അങ്ങനെ ഇവളുടെ എല്ലാ സങ്കടങ്ങളും ഉസ്താദിനോട് പറയാൻ തുടങ്ങി. നല്ല നല്ല സങ്കടങ്ങളായിരുന്നു. പിന്നീട് ഇവൾക്ക് ഈ ഉസ്താദ് ഒരു അടുപ്പമുള്ള ഒരു ഉസ്താദിനെ പോലെ തോന്നി. അതായത് എനിക്ക് എന്തും ഇദ്ദേഹത്തോട് പറയാം, ഇദ്ദേഹം എന്നെ വഞ്ചിക്കില്ല എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവള് ഉസ്താദിനോട് ഇത് പറയാന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഉസ്താദിനോട് പറഞ്ഞു. ആ ഉസ്താദ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഷേപ്പ് വെക്കുമ്പോൾ അത് കിച്ചൺ സൈഡ് വെക്കുമ്പോൾ എന്നോട് പറയണമെന്ന്. അങ്ങനെ പുറകിട്ടുന്ന ടൈമിൽ അവൾ അങ്ങനെ ഒരു ഷേപ്പ് വെക്കുമ്പോൾ ഉസ്താദിനെ വിളിച്ച് വീട്ടിലോട്ട് വരുത്തിച്ച് എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ വീട് വെക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് നല്ലത് എന്ന് ആ ഉസ്താദിനോട് ചോദിച്ചു. അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തോട് ഇവള് പറഞ്ഞു, എനിക്ക് ഉസ്താദിനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഉസ്താദ് ചോദിച്ചു. അങ്ങനെ അവളുടെ ലൈഫിൽ പണ്ടേ മുതൽ നടക്കുന്ന, അതായത് ഇവൾക്ക് ഈ കളിപ്രാന്താണ്, അതൊന്നെങ്കിൽ അത് പോവണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഭർത്താവിന് എന്നോട് ഇപ്പോൾ ഒരു താല്പര്യമില്ല, എൻ്റെ ഭർത്താവ് കണ്ടവളുടെ കൂടെയൊക്കെ കിടക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് അതൊന്നല്ല പ്രശ്നം, ഭർത്താവിന് എന്നോടൊരു ഫീലിങ്സ് ഇല്ല, അതിനു വേണ്ടി ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പണിയെടുക്കണം എന്ന് അവള് ഉസ്താദോട് പറയുകയാണ്. എന്നിട്ട് ഉസ്താദോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് അദ്ദേഹത്തിന് താല്പര്യം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം ഒരാളുടെ താല്പര്യം നമ്മൾ നിർബന്ധിച്ച് കിട്ടിച്ച് അങ്ങനെ കിട്ടുന്നത് നമുക്കൊരു സുഖമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യം കുറയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഉസ്താദ് അതുവരെ അവളെ ഒരു നല്ല രീതിയിൽ കണ്ടുകൊണ്ടുണ്ടായ ഉസ്താദ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എല്ലാം തവിടുപിടെ മാറുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ലഡ് പൊട്ടിയോ എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് അദ്ദേഹത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടോ, അല്ല ആരെങ്കിലും തന്നാ മതിയോ? അപ്പൊ അവള് പറഞ്ഞു, ആരെങ്കിലും തന്നാ മതി, പക്ഷെ അദ്ദേഹത്തിനെ വെച്ച് ഞാൻ എങ്ങനെ വേറെ ആളെ കൂടെ? ഉസ്താദ് പറഞ്ഞു, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തന്നാ മതിയോ? അങ്ങനെ അദ്ദേഹത്തിനെ നോക്കി അവളൊന്ന് ചിരിച്ചു മയങ്ങി. എന്നിട്ട് അവള് പറഞ്ഞു, ഒന്ന് പോ ഉസ്താദെ, ചിരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഇതവള് ശരിക്കും താല്പര്യം ഇല്ലാതെ പറഞ്ഞതല്ല, താല്പര്യത്തോടു കൂടിയാണ് ഇവള് എന്നോട് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഉസ്താദിനും എവിടെയോ എന്തൊക്കെയോ പോലെ. അങ്ങനെ ഇവളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും. അങ്ങനെ അവിടെ സാധനങ്ങൾ, അതായത് നമ്മുടെ ലോറിയിൽ നിന്നും സാധനങ്ങളൊക്കെ വരികയാണ്. ആ ഫർണിച്ചറൊക്കെ വീടിൻ്റെ ഉള്ളിൽ എടുത്തേക്കാൻ വേണ്ടി ഉസ്താദ് കുറെ ആൾക്കാരെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. പെണ്ണ് ഒറ്റയ്ക്ക് ഇല്ലും. അപ്പൊ ഇതെല്ലാം ഉള്ളിലെടുത്തേക്കണം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ ഓരോ സാധനവും അവളുടെ ഉള്ളിലോട്ടേക്ക് കയറ്റുകയാണ്. അയ്യോ, അവളുടെ വീട്ടിനുള്ളിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ വീട്ടിനുള്ളിലൊക്കെ എല്ലാ സാധനങ്ങളും കയറ്റി അതൊക്കെ മടങ്ങിപ്പോയി. അപ്പോൾ ആൾക്കാരുണ്ടാകുന്ന ടൈം അവൾ ആ ഉസ്താദിന്റെ മുഖത്തോട്ട് നോക്കി. ഒരാളെ വിളിച്ചപ്പോൾ ഇത്ര ആൾക്കാരോ? ഉസ്താദിനാണെങ്കിൽ കാണാൻ നല്ല ലുക്കും ഉണ്ടായിരുന്നു. അതായത് ഉസ്താക്കളെ എന്ന് പറയുമ്പോൾ ഒരു നല്ല മണമൊക്കെ ഉണ്ടാവും, നല്ല അത്തറും, അതൊക്കെ അവൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സൽവാർ പോലത്തെ ഒരു ഡ്രസ്സും, വൈറ്റ് കളറ് നല്ല ഡ്രസ്സും, നല്ല കട്ടിത്താടിയും കട്ടിമീശയും, നല്ല നമ്മുടെ ഉസ്താദ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊടവയറൊക്കെ തൂങ്ങി അങ്ങനെ കിടക്കുന്ന, പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് കാണാൻ നല്ല ചുരുക്കായിരുന്നു. അതായത് എൻ്റെ ഭർത്താവിനോട് തോന്നിയ അതേ ഒരു വികാരം എനിക്ക് പിന്നീട് തോന്നിയത് ഇയാളോട് മാത്രമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അതവിടെ വെക്ക്, അത് ഇവിടെ വെക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ ഭംഗി! അങ്ങനെ ഇന്ന് രാത്രി ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചതൊക്കെ ഓർത്ത് എനിക്ക് നാണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉസ്താദിനെ നോക്കിക്കൊണ്ട് മയങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. ആ ഉസ്താദിന്റെ കയ്യിൽ എപ്പോഴും ഒരു മാല പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഞാൻ അതും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നല്ല മണം. ഇദ്ദേഹമൊക്കെ ചില ടൈം രാത്രിയൊക്കെ ഇദ്ദേഹം എൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നല്ല മണമായിരുന്നു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, നിന്റെ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിച്ചു തരാം, നിനക്ക് എപ്പോഴാണ് പരിഹരിക്കേണ്ടത്? ഞാൻ എന്നിട്ട് ഉസ്താദോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഈ കാര്യം ഒരു ദിവസം മാത്രം കിട്ടിയാൽ പോരാ, എനിക്കിത് ഡെയിലി വേണം, ഞാൻ ഇതിൽ അഡിക്റ്റാണ്. എനിക്ക് ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദ് ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ മതി,
എനിക്ക് ഇതില്ലാണ്ട് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. ജനിച്ചപ്പോൾ തൊട്ടേ ഞാൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അതായത് എൻ്റെ അമ്മയ്ക്ക് 9 മക്കളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കും. പക്ഷേ എനിക്കിതില്ലാണ്ട് എന്തായാലും പറ്റത്തില്ല. ഉസ്താദെങ്കിൽ ഉസ്താദ്, എനിക്ക് ഇന്ന് രാത്രി എന്തായാലും വേണം. ഉസ്താദ് പറഞ്ഞു ഇന്ന് രാത്രിയോ? ഞാൻ പറഞ്ഞു അതെ, ഇന്ന് രാത്രി തന്നെ വേണം. അങ്ങനെ ഉസ്താദ് ഒരു 7 മണിയാകുമ്പോഴേക്കും അവളുടെ വീട്ടിലോട്ടേക്ക് ഒരു കോളിംഗ് ബെല്ല്. അങ്ങനെ ടി വി നോക്കുന്നുണ്ടായ അവള് ആ സീരിയൽ ഓഫ് ചെയ്ത് വേഗം തന്നെ ഡോറ് തുറന്നു. ഹാവ് ഉസ്താദോ എന്നൊക്കെ പറഞ്ഞു. അവള് നല്ല കുളിച്ച് നല്ല മാക്സിയൊക്കെ ഇട്ട് നമ്മുടെ തോർത്ത് തലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് നല്ല സിന്ദൂരൊക്കെ തൊട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് വേഗം തന്നെ ഡോറടച്ച്. അവൾ പറഞ്ഞു ചെരുപ്പ് അവിടെ വെക്കല്ലേ, ചെരുപ്പ് ഉള്ളിലോട്ട് എടുത്തിട്ടോ. അങ്ങനെ അവിടെ വെച്ച ചെരുപ്പും എടുത്ത് ആ ഉസ്താദ് അവളെ കൂട്ടി ഉള്ളിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ആ പരിസരത്തുണ്ടായിരുന്ന ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യുകയാണ്. അതായത് ആ വീടിന് ചുറ്റുള്ള ലൈറ്റും ഉള്ളിലത്തെ ലൈറ്റും ഒക്കെ ഓഫ് ചെയ്ത് ഒരു ഇറട്ട്. അങ്ങനെ AC ഇട്ട റൂമിലോട്ടേക്ക് ഉസ്താദിനെ അവൾ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവളുടെ ഭർത്താവിൻ്റെ നിന്നും 2 ആഴ്ചത്തോളം അവൾക്ക് കിട്ടാത്ത അത് അവളെ ഭർത്താവിൻ്റെ 10 ഇരട്ടി സ്ട്രോങ്ങും അവൾ വിചാരിച്ചതുപോലെ അവൾ സ്വർഗത്തിൻ്റെ ഉള്ളിലുള്ള സ്വർഗത്തിലോട്ടേക്കാണ് അന്ന് രാത്രി അവൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പല പ്രാവശ്യവും ഉസ്താദും അവളും തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഭർത്താവ് മൈൻഡാക്കാത്തപ്പോൾ ഭർത്താവിന് എവിടേക്കോ എന്തൊക്കെയോ പോലെ അങ്ങനെ ഭർത്താവിനും അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി. പിന്നീടുള്ള അവളുടെ രാത്രികൾ എന്ന് പറയുന്നത് ഉസ്താദ് മാത്രമല്ല പല ആൾക്കാരും പലവരുടെയും. അങ്ങനെ ആ നാട്ടിലും അവള് ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി. അതായത് പൈസ കൊടുത്തിട്ടൊന്നല്ല, മുഴുവൻ ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഒരു പെണ്ണ് വന്ന് നിങ്ങളോട് പറയുന്നു എനിക്ക് അതും നല്ല ചുരുക്ക് പോലുള്ള ഒരു സൗന്ദര്യമുള്ള നല്ല വെളുവെളുത്ത സുന്ദരി, നല്ല ഒത്ത ശരീരവും നല്ല സ്ട്രെയിറ്റ് നീളമുള്ള മുടിയൊക്കെയുള്ള പെണ്ണ് നിങ്ങളോട് വന്ന് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് വേണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതെന്തായിരിക്കും? അപ്പോൾ ഇതുപോലുള്ള അയൽവാസികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഡൗട്ടായിരിക്കും ഈ വാട്സപ്പ് നമ്പർ എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന്. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ നല്ല രീതിയിൽ കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്കാനർ ഇടുന്നതായിരിക്കും. ഫ്രീ ആയിട്ടല്ല, 500 രൂപ കൊടുത്താൽ മാത്രം ഇത് അവൈലബിൾ ഉള്ളൂ. ചിലവർ എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് സാലറി കിട്ടിയിട്ടില്ല, അങ്ങനത്തെ അവരെ എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അതിൽ സ്കാനർ ഞാൻ അയക്കുന്നതായിരിക്കും. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ സ്റ്റോറീസ് മാത്രമല്ല, വീഡിയോ കോൾ ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, പിന്നെ ആയുർവേദിക് മസാജസ് ഉണ്ട്, പിന്നെ റിയൽ മീറ്റ് ഉണ്ട്. റിയൽ മീറ്റ് 500 രൂപയ്ക്കല്ല, ആയുർവേദിക് മസാജും 500 രൂപയ്ക്കല്ല. ഇതിൽ വീഡിയോ കോൾ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.